ഹായ് എല്ലാവർക്കും ആദ്യമേ പറയാണ് കേട്ടോ, ഹാപ്പി ഓണം. ഇപ്പം ഞങ്ങളുടെ ഓണം ഇപ്രാവശ്യത്തെ എപ്പോഴും നമ്മൾ അച്ഛൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ആഘോഷിക്കാറ്. അപ്പോൾ തലേ ദിവസം തന്നെ ഇവിടെ എത്തി. ഇത് അപ്പാപ്പൻ്റെ വീട്ടിലാണ് കേട്ടോ, അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വീട്ടിൽ കയറിക്കൂടലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഓണം കൂടിയായല്ലോ. അപ്പം അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നേരം വിളിക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പൂവിടാൻ വേണ്ടി തുടങ്ങി. ഞാനും മോളൂട്ടിയും നാത്തൂനും അനിയനും അമ്മയും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛനും ഉണ്ട്. അച്ഛൻ പായസവും പരിപാടിയൊക്കെ ആയിട്ട് അപ്പുറത്ത് ചെറിയ ചെറിയ പരിപാടികളാണ് എല്ലാവരും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, കുറേ പൂവുണ്ടായിരുന്നു കേട്ടോ, കുറേ ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങൾക്ക് വരക്കാനുള്ള സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈകൊണ്ട് തന്നെ വരച്ചിട്ട് ഒരു ഡിസൈനൊക്കെ ഉണ്ടാക്കി ഞങ്ങളങ്ങനെ വട്ടത്തിലിരുന്ന് അങ്ങോട്ട് പൂവിടുകയാണ് കേട്ടോ. പിന്നെ മൂന്നൂട്ടനൊക്കെ താഴെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ അതിനിടയിൽ വീഡിയോ എടുക്കാനുള്ള പറഞ്ഞിട്ട് എൻ്റെ ഫോണൊക്കെ എടുത്തിട്ട് ചറ പറയാൻ. എന്നിട്ടും ലാസ്റ്റ് പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈനാണ് കിട്ടിയിട്ടുള്ളത്. പൂ എന്നും റൗണ്ടിലിടാനുള്ള പൂ ഉണ്ടായിരുന്നു, പക്ഷേ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇത്തപ്പോരെ ഇട്ടിട്ട് ഞങ്ങൾ അവസാനിപ്പിച്ച് ഗൈസ്. ഇതൊക്കെയാണ് ഞങ്ങളെ ഓണാഘോഷം എന്ന് പറയുന്നത്. പിന്നെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് തന്നെ പോകണം. അപ്പോൾ ബാലകാശലിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നെ ഇതാണ് കേട്ടോ പുതിയ വീട്. കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. എല്ലാം കൂടി ഒന്നിച്ച് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ഇത്തപ്പോരെ മാത്രം എടുത്തിട്ട് അവസാനിപ്പിച്ചത്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അതൊക്കെ വേറെ ഉണ്ട്. രാവിലെ ഇഡ്ഡലിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് സെറ്റായപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ. ബൈ ബൈ.